അതായത് നമ്മൾ കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും കുട്ടികളോട് സംസാരിക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്ത്? കാരണം ആ കുട്ടികൾ എങ്ങനെയാണ് നമ്മളെ ലിസൺ ചെയ്യണതെന്ന്. ഒരിക്കലും അവർ അടുത്തത് നമ്മൾ എന്താണ് പറയാൻ നോക്കുന്നതെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള ഭാഗമോ ഒന്നുമില്ല. അതായത് അവരുള്ള ആ ലിസണിങ് കപ്പാസിറ്റിയെ നമ്മൾ പരിചയപ്പെടേണ്ടതാണ്. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന പൊട്ടത്തരാണെങ്കിൽ പോലും അത് പൊട്ടത്തരമാണെന്നറിയാതെ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾ പറയുന്നതിന് ഇമ്പോർട്ടൻറ്റോ അർത്ഥമോ കൊടുക്കാതെ ആ ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. കാരണം എന്താ, അവർക്കറിയില്ല എന്ത്, എനിക്കറിയാം ഞാൻ നിലനിൽക്കുന്ന കാരണം ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള ഭാഗം അവർക്കറിയാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം ഇതെല്ലാം അത്ഭുതത്തെ പോലെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുക. മറിച്ച് നമ്മൾ മുതിർന്നവരെന്ന് പറയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പം എന്താണ് ഇവൻ അടുത്തത് പറയാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പം അതുകൊണ്ട് ഈ രീതിയിൽ എന്താണ് ഇത്, എവിടെയാണ് കൊണ്ടുപോയി എത്തിക്കാൻ, അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് എന്നെ ട്രാപ്പ് ചെയ്യാൻ പോണത്. ഓൾറെഡി ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഡിറ്റക്റ്റ് ചെയ്യണത്. മനസ്സിലായ? കാരണം എന്തുകൊണ്ടാണ്, അവർ നിലനിൽക്കുന്ന അവസ്ഥ അവരായിട്ടുണ്ടാക്കിയതാണ് എന്നുള്ളൊരു തോന്നലാണ് കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം. കാരണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ നമുക്കറിയില്ല. നിങ്ങൾ ജോലിക്ക് പോയി അധ്വാനിച്ച് നിങ്ങൾ കുടുംബം പോറ്റുന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ ഒരു തോന്നൽ, ഈ സമൂഹം ഇട്ട് തന്ന ഒരു തോന്നലിന് വേണ്ടി മാത്രമാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ ഈ ലോകത്തുള്ളൂ. പട്ടിയും പൂച്ചയാണെങ്കിലും അങ്ങനെ തന്നെയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയുമ്പം ഈ മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെ കാണാതെ പോവില്ലേ. കാരണം നാളെ ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ അയാൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യണം. എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുട്ടികളെയും ഭർത്താവിനെയും അച്ഛൻ അല്ലെങ്കിൽ മക്കളെയും ഇങ്ങനെ പാടുപെട്ടിട്ട് ഇത്രയും സുന്ദരമായ ജീവിതം എന്ത് കാര്യത്തിനാണ്? അപ്പോൾ നമ്മളിത് പരിശോധിക്കുമ്പം ഓൾറെഡി അവരുടെ ഉള്ളിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ, വാശികൾ, ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, മാനസിക പ്രോബ്ലംസ്. അപ്പോൾ അതിനെ റിപ്പയർ ചെയ്യുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് മനസ്സിൻ്റെ വ്യക്തിമായിട്ട് അവർ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം.